പഴയ കാലത്തെ പെരുന്നാളും ഇപ്പോഴത്തെ ഈ കാലത്തെ പെരുന്നാളും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഏത് രംഗത്ത് പ്രവർത്തിക്കാനും ഒപ്പം പെണ്ണുങ്ങളുണ്ട്. പഴയ കാലത്ത് പെണ്ണുങ്ങൾക്ക് അടുക്കളയിലെ കാര്യം വീട്ടുകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടുകാരെന്ന് പറയുമ്പോൾ പൊടി കയറി അന്ന് തുടങ്ങി പലഹാരപ്പണികൾ ഓരോ വീടുകളിലും ആരംഭിക്കുകയായി. പലഹാരപ്പണി എന്ന് പറഞ്ഞാൽ പ്രധാനമായും കുഴലപ്പം, അച്ചപ്പം. അത് പൊടി കയറി തുടങ്ങി ഉണ്ടാക്കി തുടങ്ങും. കുഴലപ്പം ഉണ്ടാക്കാൻ നമ്മുടെ എലിറ്റുമായി മകനെ സംബന്ധിച്ച് കുഴലപ്പം ഉണ്ടാക്കാൻ വരാറ്. ആൾക്ക് ബുക്കിംഗ് ആണ്. ഒരു വീട്ടിലെ കഴിയുമ്പോൾ അടുത്ത വീടുകളിലേക്ക് കുഴലപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണ ഇറക്കണമെങ്കിൽ മുമ്പ് തന്നെ അച്ചപ്പം ഉണ്ടാക്കണം. അച്ചപ്പത്തിന് വെളിച്ചെണ്ണ ഇറക്കി വെക്കാണ്ട് വീണ്ടും അതിൽ തന്നെ ഉണ്ടാക്കിയാലും വെളിച്ചെണ്ണ മറ്റൊരു പറയും. അതുകൊണ്ട് തന്നെ എലിറ്റുമായി അച്ചപ്പത്തിനൊക്കെ കലക്കി വെച്ചിട്ട് എല്ലുമായി അപ്പുറത്തേക്ക് നീങ്ങി പോകും. പിന്നെ നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞ് അതൊക്കെ മൺപാത്രങ്ങളിലാക്കി വായിക്കെട്ടി പിന്നത്തെ അടുത്ത സ്റ്റെപ്പ് ആരംഭിക്കുക വെള്ളിയാഴ്ച തുടങ്ങും. വെള്ളിയാഴ്ച കുഴിയപ്പം, മട്ടയപ്പം അതൊക്കെ കലക്കി വെച്ച് അന്ന് രാത്രി തന്നെ പച്ചപ്പം കുഴിയപ്പം ഉണ്ടാക്കും. അത് ഒരു ഭാഗത്ത് പാത്രങ്ങളിലാക്കി വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച നേരം വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറച്ചി മീനും വരാം. മീൻ നമ്മളൊക്കെ കഴുകി നിരത്തിയൊക്കെ വേവിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉച്ച തിരിഞ്ഞ് അമ്പ് വരുന്നതോടുകൂടി അടുക്കളപ്പടിയൊക്കെ ഏകദേശം വൃത്തിയായി. പിന്നെ ഇടയ്ക്ക് വൃത്തിയാക്കല് എല്ലാം കഴിയും. പിന്നെ വീട് നിറച്ച് വിരുന്നുകാരുണ്ടാവും. ഇപ്പോഴത്തെ കാലത്ത് വിരുന്നുകാരും കുറവാണ്. ഭക്ഷണം ഒന്നും വീട്ടിൽ പാകം ചെയ്യുന്ന പരിപാടിയില്ല, എല്ലാം മേടിച്ചു കഴിക്കണം. അന്നത്തെ കാലത്ത് വെച്ച ഭക്ഷണത്തിന്റെ സ്വാദ് ഇപ്പോഴും നമ്മുടെ നാവിലുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അന്ന് പുകയാളി മണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം ആരും തൊഴില്ല. ഇന്ന് പുക ആലിപ്പിച്ചേ കഴിക്കൂ. അതാണ് അൽഫാം ചിക്കനൊക്കെ വെച്ച പിള്ളേർക്ക് അങ്ങനെ പിടിക്കുള്ളൂ. അങ്ങനെ ശനിയാഴ്ചത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞ് ഞായറാഴ്ച കൂടി പെരുന്നാളുകളുടെ